എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഋഷി യോഗ അക്കാഡമിയുടെ വിഷുദിനാശംസകൾ. എല്ലാവർക്കും ആയുരാരോഗ്യവും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയുമുള്ള ഒരു വർഷമായി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ കമൻറ്റ് വന്നതിൻ്റെ ആൻസറാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. വെയിറ്റ് ലോസിനെ കുറിച്ചാണ്. വെയിറ്റ് ലോസ് എങ്ങനെയാകും, ഭക്ഷണക്രമം എങ്ങനെയാകും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പട്ടിണി കിടന്ന് വെയിറ്റ് ലോസ് ആക്കേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരത്തെ കുറയ്ക്കാൻ പറ്റും. മിതമായി കഴിക്കുക. എല്ലാവർക്കും ഭക്ഷണം കഴിക്കുക, ഒരു കുഴപ്പമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഒരു 3-4 കഴിക്കുന്ന നിങ്ങൾ 2 വീതം കഴിക്കുക, വെയിറ്റ് കുറയേണ്ടവർ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 10-11 മണിയാകുമ്പോൾ നല്ല ജ്യൂസോ അല്ലെങ്കിൽ പച്ചക്കറി, ക്യാരറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ, പേരയ്ക്കോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരെണ്ണം കഴിക്കാം. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നല്ലതായിട്ട് തന്നെ ഫുഡ് കഴിക്കാം. നന്നായിട്ട് സാലഡ്, അവിയലും. ഭക്ഷണം കുറച്ച് ചോറ് കുറച്ചിട്ട് അവിയൽ കൂടുതൽ കഴിക്കുക, സാലഡുകൾ കൂടുതൽ കഴിക്കുക. അങ്ങനെയൊക്കെ കഴിച്ചാൽ മതി. പിന്നെ വൈകിട്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണമെന്നുള്ളൊരു ചായ കുടിക്കുന്നെങ്കിൽ ഒരു 1/2 കപ്പ് ചായ മാത്രം കുടിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ കൂടെ സ്നാക്സ് കഴിക്കാതിരിക്കുക. പിന്നെ ഒരു 7:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുഡ്, രാത്രിയിലത്തെ നിങ്ങൾ എന്ത് ഫുഡാണോ കഴിക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാം. ഇങ്ങനെ കഴിച്ചു പോയാൽ തീർച്ചയായിട്ടും ആർക്കും ഓവറായ വെള്ളം ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? രാവിലെ കഴിക്കും, 11 മണിക്ക് കഴിക്കും, 12 മണിക്ക് കഴിക്കും, എപ്പോഴൊക്കെ വിശക്കുന്നോ അപ്പോഴെല്ലാം കുറച്ചുകൊണ്ടിരിക്കും. പിന്നെ TV കാണുമ്പോൾ സ്നാക്സ് കഴിക്കുന്നു. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കിയാൽ മതി. ബേക്കറി ഫുഡുകളെല്ലാം ഒഴിവാക്കുക. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ നമുക്ക് കഴിക്കാം. ബേക്കറി ഫുഡിൽ കൂടുതൽ മധുരം ചേർന്നതാണ്. പിന്നെ അതുപോലെ പഞ്ചസാര വെറുതെ കഴിക്കാതിരിക്കുക. ചില ആൾക്കാർ പുട്ടൊക്കെ കഴിക്കും. ഇപ്പോഴും എനിക്ക് അറിയാവുന്നതുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം, പഞ്ചസാര കൂട്ടി കഴിക്കുന്ന ആൾക്കാർ. അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അല്ലാതെ സ്വല്പം മധുരം കഴിച്ചെന്നും പറഞ്ഞ വലിയ കാരണമില്ല. പക്ഷേ ഇങ്ങനെ മധുരങ്ങൾ, പഞ്ചസാര, ചായക്കൊക്കെ നല്ല മധുരം കഴിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പം അതൊക്കെ നമ്മൾ കുറയ്ക്കുക. ഇടയ്ക്കിടയ്ക്കുള്ള ഭക്ഷണം മാറ്റുക. തീർച്ചയായിട്ടും നിങ്ങളെന്തോ ഒരു മാസം നിങ്ങളിങ്ങനെ നോക്കുക. എല്ലാവരും ഇപ്പം ചെയ്യുന്നത് എങ്ങനെ അറിയോ? കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആഹാരം കൊടുക്കും. നല്ല കുറുക്കുകളൊക്കെ ഉണ്ടാക്കും. നല്ല വില കൂടിയ സാധനമൊക്കെ വാങ്ങിച്ചാണ്, പ്രോട്ടീൻ പൗഡറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കുറുക്കി കൊടുക്കും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അത് കൊടുത്തിട്ട് അവർ കുറച്ചേ കഴിക്കത്തുള്ളൂ. അപ്പം ബാക്കി വരും, അതെടുത്ത് അമ്മയും കഴിക്കും. അപ്പോഴെന്താണ്? നമുക്ക് ആവശ്യമില്ലാതെ വെയിറ്റ് ഉണ്ടാവുകയാണ്, വണ്ണം. നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങളൊരു പട്ടിയെ വാങ്ങിച്ച് വളർത്തുക. ഞാൻ മുന്നേ ഒരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പട്ടിക്കുട്ടിയെ വളർത്തുക, എന്നിട്ട് അതിന് കൊടുക്കുക ഭക്ഷണം. പക്ഷെ നമ്മൾ കഴിക്കാതിരിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യത്തിന് മാത്രം കുട്ടിക്ക് കൊടുക്കേണ്ട ആ ക്വാണ്ടിറ്റി മാത്രം എടുക്കുക, കുട്ടിക്ക് കൊടുക്കുക. നമ്മൾ എന്നാലും ഇടയ്ക്കിടയ്ക്കുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നിർത്തുക. തീർച്ചയായിട്ടും ഇടയ്ക്കുള്ള ഭക്ഷണമാണ് നമ്മൾ വണ്ണം വെക്കുന്നത്. നമ്മളൊരു ബാങ്കിൽ തന്നെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. മന്ത്ലി നമ്മളൊരു കണക്കായിട്ട് ഒരു 1000 രൂപ വെച്ച് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് വരത്തുള്ളൂ. അപ്പം നമുക്കറിയാം കറക്റ്റ് നമുക്ക് ഇത്ര എമൗണ്ട് കിട്ടും ഒരു ഇയർ ആകുമ്പോൾ. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്താലോ? ഇതെൻ്റെ ഒരു മാഷ് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങളോട് പറഞ്ഞതാണ്. ഇടയ്ക്കിടയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻകം കൂടും. അപ്പം അതേപോലെ തന്നെയാണ് നമ്മുടെ ഭക്ഷണവും. നമ്മൾ മിതമായിട്ട് കഴിക്കുക. ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിനും നല്ലതാണ്, മനസ്സിനും നല്ലതാണ്. നമുക്ക് എപ്പോഴും ആരോഗ്യവതി അല്ലെങ്കിൽ ആരോഗ്യവാന്മാരായിട്ടിരിക്കാൻ പറ്റും. അതുതന്നെയാണ് നമ്മുടെ ഫേസിൻ്റെ കാര്യമൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഫേസിന് വണ്ണം കൂടുതലുണ്ട്, ഫേസിന് കുറവുണ്ട്, കവിള് തുടുക്കാൻ, പല പല കാര്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. ഇതെല്ലാം നമ്മുടെ ആരോഗ്യ പ്രശ്നമാണെന്ന് വെച്ചാൽ ആഹാരത്തിൻ്റെ ക്രമീകരണം കറക്റ്റായിട്ട് വരുവാണെങ്കിൽ ഇതെല്ലാം മാറ്റും. നമ്മൾ കൂടുതൽ എണ്ണമയമുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുരുക്കൾ വരും. ഒരുപാട് എണ്ണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊക്കെ നമുക്ക് എങ്ങനെയുള്ള എണ്ണ വെച്ച് ഉണ്ടാക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അതൊക്കെയാണ് ഈ കുരുവൊക്കെ വന്ന് പഴുത്ത് പൊട്ടി ഒക്കെ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം നമ്മൾ ഫുഡ് എണ്ണയൊക്കെ ചേർത്ത് കഴിച്ചെന്ന് പറഞ്ഞ് ഒരു കുഴപ്പവും വരത്തില്ല. ബേക്കറി ഫുഡ് അവോയ്ഡ് ചെയ്യുക, നമ്മുടെ വീട്ടിലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക. അപ്പോൾ ഫേസ് നമുക്ക് നല്ല സുന്ദരമാക്കി തന്നെ വെക്കാൻ പറ്റും. നമ്മുടെ ഏജിനെ കുറച്ച് കാണിക്കാൻ പറ്റും. ഏജ് കുറയുമെന്നല്ല പറഞ്ഞത്, നമ്മുടെ ഉള്ള ഏജിനെക്കാട്ടി നമുക്ക് കുറച്ച് പ്രായം നമുക്ക് കുറയ്ക്കാൻ പറ്റും, കുറച്ച് കാണിക്കാൻ പറ്റും. എന്താണ്? നമ്മുടെ എക്സസൈസ്, അതാണ് മെയിൻ. യോഗ. നമ്മൾ നന്നായിട്ട് യോഗ ചെയ്യുക. അപ്പോൾ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നത് വഴി തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. സൂര്യ നമസ്കാരം ആവർത്തിച്ചൊരു കുറേ പ്രാവശ്യം നിങ്ങൾ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നമുക്ക് വണ്ണം കുറയാൻ ഏറ്റവും നല്ലൊരു ഉപാധിയാണ് സൂര്യ നമസ്കാരം. അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ്.
പ്രാണായാമങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ പ്രാണായാമം ചെയ്ത് നമ്മുടെ പ്രാണനെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ ശ്വാസത്തെ കൺട്രോൾ നന്നായിട്ട് ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ആഹാരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഫുഡ്, നമുക്ക് ഇത്ര ഫുഡ് കഴിച്ചാൽ മതി എന്നൊരു തോന്നൽ അവരിലുണ്ടാവും. അതാണ് യോഗ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. നമ്മൾ ആരും പറയത്തില്ല, ഞാൻ ആരോടും പറയാറില്ല യോഗ ചെയ്യുമ്പോൾ ഫുഡ് ഇത് കഴിക്കരുത്, നോൺ വെജ് കഴിക്കരുത്. പക്ഷെ നമുക്ക് തോന്നും, നന്നായിട്ട് നമ്മൾ യോഗ, പ്രാണായാമം, ധ്യാനങ്ങളൊക്കെ ചെയ്യുന്ന വഴി നമ്മുടെ ഫുഡിനെ നമുക്ക് ക്രമീകരിക്കാൻ, കൺട്രോൾ ചെയ്ത് ആവശ്യത്തിനുള്ള മിതമായ ഭക്ഷണം കഴിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നിങ്ങൾ കഴിക്കുക. എനിക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്കുള്ള ഭക്ഷണങ്ങളൊക്കെ മാറ്റി ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ അതിനോടൊപ്പം മെയിനായിട്ട് പറയാനുള്ള കാര്യം, ഇപ്പോഴുള്ള കൊച്ചു കുട്ടികൾക്ക് അമ്മമാർ കുഞ്ഞുങ്ങളെ അങ്ങ് വലിയ ഒരു അമൂൽ ബേബി പോലെ ആക്കണമെന്ന ചില അമ്മമാരുടെ വിചാരം. അപ്പൊ അത് കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം ഉള്ള പൗഡറുകൾ, പുറത്തുനിന്ന് കിട്ടുന്ന എല്ലാ പൗഡറുകളും കുറുക്കി കുഞ്ഞിന് കൊടുക്കും. അങ്ങനെ ചെറിയ പ്രായത്തിലെ ഈ കുഞ്ഞിന് വലുതായിട്ട് നല്ല വണ്ണം വെക്കുകയാണ്. അപ്പൊ അതാണ് സൗന്ദര്യമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരിക്കലും അതല്ല. കുഞ്ഞ് ആരോഗ്യമുള്ളവരായി തീരുക. മെലിഞ്ഞിരുന്ന് എന്ന് പറഞ്ഞ കുട്ടികൾ ആരോഗ്യമില്ലാത്തവരാകുമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. ഒരിക്കലുമല്ല. വണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞിന് ആരോഗ്യം ഉണ്ടെന്ന് വിശ്വസിക്കരുത്. അപ്പൊ നമ്മൾ ഇങ്ങനെ വളർത്തിയെടുക്കുന്ന ഒരു ആ കുഞ്ഞ് അറിയുന്നില്ല, അതറിയാതാണ് ഇനി ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ അതിൻ്റെ ഒരു ടീനേജ് പ്രായം, ഒരു 10-15 വയസ്സാവുന്ന ഒരു സമയത്താണ് അതിന് ബോധം ഉണ്ടാകുന്നത്. അയ്യോ, എനിക്ക് അമിതവണ്ണം, എൻ്റെ കൂട്ടുകാർ കളിയാക്കുന്ന അങ്ങനെ ഒരു വിചാരം ഉണ്ടാകുന്നത്. പക്ഷെ അതിന് കാരണക്കാരൻ നമ്മൾ പേരൻസ്, മാതാപിതാക്കളാണ്. പക്ഷെ നമ്മുടെ ചെറുതിലെ അതിനെ കൺട്രോൾ ചെയ്ത് പോവുക. ആവശ്യത്തിനാണ് ഭക്ഷണം കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക്, നല്ല ഫുഡുകൾ. നമുക്ക് സമീകൃത ആഹാരം കുഞ്ഞിന് കൊടുക്കണം, പ്രോട്ടീൻ അടങ്ങിയ ആഹാരം, ന്യൂട്രീഷൻ എല്ലാം കൊടുക്കാം. പക്ഷെ ആവശ്യമില്ലാത്ത കൊഴുപ്പുകളും ഒക്കെ വാരി കൊടുത്ത് ഈ പുറത്തുനിന്ന് കിട്ടുന്ന ഫുഡുകളും ഒക്കെ വാങ്ങിച്ചു കുറുക്കി കൊടുക്കാതെ നമ്മുടെ പഴയ റാഗി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞിന് കൊടുക്കുക, ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കുക, പൊടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ കൊടുത്തു വരികയാണെങ്കിൽ അമിതവണ്ണം ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ ചെറുതിലേ ഒരു കുട്ടി അമിതവണ്ണം ആകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ പേരൻസ് തന്നെ വിചാരിക്കണം, കുഞ്ഞിനെ ചെറുതിലേ നമുക്ക് ആ രീതിയിൽ കൊണ്ടുവരണം. ഞാനതെല്ലാവരോടും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വരുന്നതാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈ വെയിറ്റ് ലോസിന് നല്ലൊരു ഇതാണ്. അപ്പൊ വണ്ണം ഉള്ളവരൊന്നും വിഷമിക്കുകയൊന്നും ചെയ്യണ്ട. നമുക്ക് യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് തന്നെ നമുക്ക് നല്ല ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ വണ്ണം കുറയുന്നവരുണ്ട്, പ്രാണായാമം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ യോഗ ചെയ്യുക, നല്ല സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുക. യോഗയിൽ ഒരുപാട് ആസനങ്ങൾ വെയിറ്റ് ലോസിൻ്റെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ നമുക്ക് യോഗ പഠിക്കാൻ പല മാർഗങ്ങളുണ്ടല്ലോ. അപ്പൊ എങ്ങനെയായാലും, അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നു വെച്ചാൽ മതി, ഒരുപാട് ആൾക്കാരുടെ യോഗകളുണ്ട്. അതൊക്കെ നോക്കി നമ്മുടെ ശരിയായ രീതിയിൽ ബ്രീത്തിങ്ങോടുള്ള കൂടുള്ള യോഗയൊക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തിന്റെ വണ്ണത്തെ ക്രമീകരിക്കുക. എനിക്ക് ഈ വിഷുദിനത്തിൽ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരും ആരോഗ്യവതിമാരും ആവുക. ശരീരത്തിന്റെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അനുസരിച്ചിരിക്കും നമ്മുടെ ശരീരവും മനസ്സും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഹാപ്പി വിഷു.